നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിന്റെ ആസ്ഥാനം ബീർഷബയിലെ ആ വലിയ കെട്ടിടം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാന്റെ കളികൾ ഇനി ഇസ്രയേൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. നെതന്യാഹുവിന്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. രക്തരാക്ഷസനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധവെറിക്ക് പരിസമാപ്തി കുറിച്ചിട്ടേ ഇറാൻ അടങ്ങുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഹൈഫയിലും ടെല്ലവീവിലും ഒക്കെ ഉണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണം എത്രത്തോളം നാശനഷ്ടമാണ് കഴിഞ്ഞകാല യുദ്ധത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് ശമനം വന്നത് തന്നെ ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തുകൊണ്ട് ഒടുവിൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിനോട് നിർത്തൂ, അടങ്ങൂ, ഇല്ലെങ്കിൽ വേറെ നിവർത്തിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് അമേരിക്കയുടെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന് പോലും വെളിപ്പേരുള്ള ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശമിച്ചത്. എന്നാൽ ഇസ്രയേലിനി പണി മേടിച്ചു കൂട്ടാൻ പോകുന്നതേ ഉള്ളൂ. ടെലികമ്മ്യൂണിക്കേഷൻസ് ആസ്ഥാനം തകർത്ത് തകരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ, ന്യൂസ് ഏജൻസി ഇപ്പോൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ നമുക്കറിയാം, ചോരക്കളി കൊണ്ട് നടക്കുകയാണ്. 500-ലധികം പൗരന്മാർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ് US ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അവരുടെ എല്ലാമായിട്ടുള്ള സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന അയത്തുള്ള അൽ ഖമനിയെ വധിച്ചതുകൊണ്ട് ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാക്കി കളയാം, ഇറാനെ മര്യാദ പഠിപ്പിക്കാം, ഇറാന്റെ എല്ലാ സാഹചര്യങ്ങളെയും വഴിമുട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു സാഹചര്യവുമില്ല. ചബഹർ തുറമുഖവും അതുപോലെ തന്നെ എണ്ണവാതക പൈപ്പ് ലൈനും ഒക്കെയായി വലിയ സഹായങ്ങൾ റഷ്യക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ ഇറാനുമായി ചേർന്നുകൊണ്ടുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. നമുക്കറിയാം, ഇറാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വലിയ തോതിൽ വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്തു തന്ന ഉപകാരങ്ങൾ നിരവധിയാണ്. വലിയ ദുർഘട വിഷയങ്ങൾ വരുമ്പോഴും ഇറാൻ, പ്രത്യേകിച്ചും ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ, പാകിസ്ഥാനെതിരെ എടുത്ത നിലപാടുകൾ നമ്മൾ ഓർക്കേണ്ടതായുണ്ട്. ഇസ്രയേലിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന തലയ്ക്ക് വിവരമില്ലാത്ത കുറേ എണ്ണമുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേൽ ഈ കാലഘട്ടം അത്രയും ഇസ്രയേൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തു തന്നിട്ടില്ല. അവർക്ക് വലിയ രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി തലയ്ക്ക് വിവരമില്ലാതെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര രീതികളൊക്കെയാണ്. എന്നാൽ പരമ്പരാഗത സുഹൃത്തായ റഷ്യയെ വരെ പിണക്കുന്ന പല സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഏറെ നാളുകളായി ഉണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നുണ്ട്. എന്നിട്ടും റഷ്യ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുകയാണ്. കാരണം ഇപ്പോഴത്തെ ഭരണാധികാരി സ്ഥാപിച്ചെടുത്ത സൗഹൃദമല്ല റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളത്. വർഷങ്ങളായുള്ള കോൺഗ്രസ് സ്ഥാപിച്ചെടുത്ത സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് രണ്ട് രാജ്യങ്ങൾക്കിടയിലും, ദ ഓൾഡ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് റഷ്യ ഇപ്പോഴും നിർണായക വിഷയങ്ങളിലെല്ലാം സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ എന്താണ് ചെയ്യുന്നത്? തെമ്മാടിത്തരം മാത്രമാണ് കാണിച്ചു കൂട്ടുന്നത്. പാകിസ്ഥാന്റെ വിഷയം വരുമ്പോഴൊക്കെ അമേരിക്ക പാകിസ്ഥാനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ എന്ന രാജ്യത്തെയും അമേരിക്കയും കണ്ണടച്ച് പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അതിൻ്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.